കരിങ്കോടി പ്രതിഷേധങ്ങളെ പോലും വധശ്രമ കേസാക്കി മാറ്റി രാഷ്ട്രീയ എതിരാളികളെ തുറുങ്കിലടയ്ക്കാൻ നോക്കിയ മുൻ സർക്കാരിന്റെ ആ ശൈലി അടിമുടി തിരുത്തുകയാണ് പുതിയ സർക്കാർ. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കോടി കാണിച്ച കേസിൽ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്കെതിരെ ചുമത്തിയിരുന്ന വധശ്രമം ഉൾപ്പെടെയുള്ള സകല ഗുരുതര വകുപ്പുകളും ചുമത്തി തുറുങ്കിലിട്ടിരുന്നു. ഈ കേസിൽ സത്യം പുറത്തു വന്നതോടെ വധശ്രമ കേസ് ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ പ്രതിഷേധത്തിൽ വധശ്രമവും മാരകായുധങ്ങളുമായാണ് പ്രതികൾ എത്തിയതെന്നുള്ള കള്ളക്കഥകൾ പൊളിഞ്ഞതോടെയാണ് കളി തിരിഞ്ഞത്. ഇത് മനസ്സിലാക്കി പോലീസ് കുറ്റപത്രത്തിൽ നിന്നും ഈ വകുപ്പുകൾ വെട്ടിമാറ്റുകയായിരുന്നു. കേസിൽ കൃത്യമായ തെളിവുകളില്ലെന്ന് കണ്ട് കോടതി പ്രതികൾക്ക് നേരത്തെ തന്നെ ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസിന് കള്ളക്കേസ് തിരുത്തേണ്ടി വന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 25-നായിരുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU പ്രവർത്തകർ അന്നത്തെ മന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കോടി പ്രതിഷേധം നടത്തിയത്. എന്നാൽ ഇത് മന്ത്രിയെ അപായപ്പെടുത്താനുള്ള കരുതിക്കൂട്ടിയുള്ള നീക്കമാണെന്നായിരുന്നു CPM നേതാക്കളുടെ ആരോപണം. മന്ത്രിയുടെ ഗൺമാൻ നൽകിയ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ, അക്ഷയ് മാട്ടൂൽ, ബിദുൽ ബാലൻ, മുബാസ് CH, അഹമ്മദ് യാസിൻ എന്നിവരെ പോലീസ് തല്ലിച്ചതച്ച് ജയിലിൽ അടച്ചു. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയുള്ള വധശ്രമം, മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ കരിങ്കോടി തുന്നിയ തുണിയല്ലാതെ മറ്റൊരു ആയുധവും പ്രതികളുടെ പക്കൽ നിന്നു കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ബോധ്യപ്പെട്ടതോടെ വിശദമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി പോലീസിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതോടെയാണ് ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച അന്തിമ കുറ്റപത്രത്തിൽ നിന്നും കടുത്ത വകുപ്പുകളെല്ലാം പോലീസ് ഒഴിവാക്കിയത്. പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ വലിയ രാഷ്ട്രീയ വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്. ഈ കേസ് പൂർണ്ണമായും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണെന്ന് തെളിഞ്ഞതായി KSU നേതൃത്വം പ്രതികരിക്കുകയും ചെയ്തു. വ്യാജ പരാതി നൽകി തങ്ങളെ മാസങ്ങളോളം ജയിലിലിട്ട് പീഡിപ്പിച്ച മുൻമന്ത്രി വീണ ജോർജ് പൊതുസമൂഹത്തോട് പരസ്യമായി മാപ്പു പറയണമെന്ന് കേസിൽ ജയിലിൽ കിടന്ന കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും മന്ത്രിമാരെ കരിങ്കോടി കാണിക്കുന്നത് ജനാധിപത്യപരമായ പ്രതിഷേധ രീതിയാണെന്നും അതിനെ വധശ്രമ കേസാക്കി മാറ്റാൻ നോക്കിയ വീണ ജോർജിന്റെ ഗൺമാനെതിരെ അടിയന്തരമായി പുനരന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും KSU ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും LDF മന്ത്രിമാർക്കെതിരെ എവിടെ കരിങ്കോടി കാണിച്ചാൽ കർശന വകുപ്പുകൾ ചുമത്തുന്നത് അക്കാലത്ത് പതിവായിരുന്നു എന്ന് വേണം പറയാൻ. എന്നാൽ ഭരണം മാറി പുതിയ UDF സർക്കാർ വരികയും കോടതികൾ ഇത്തരം കള്ളക്കേസുകൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്തതോടെയാണ് പോലീസ് നിലപാട് പോലും മാറ്റി തുടങ്ങിയത്. എന്തായാലും സർക്കാരിന്റെ ആ പഴയ ശൈലി തന്നെ പുതിയ രീതിയിലേക്ക് മാറ്റുകയാണ് പുതിയ സർക്കാർ. വധശ്രമം ഉൾപ്പെടെയുള്ള സകല ഗുരുതര വകുപ്പുകളും ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ചുമത്തിയിരുന്നു. എന്നാൽ ഹൈക്കോടതി പിന്നീട് ഈ സത്യം മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെ ആ വധശ്രമ കേസ് ഒഴിവാക്കുകയായിരുന്നു.